ദ ജേർണലിസ്റ്റിലേക്ക്. ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിനും പരമാധികാരത്തിനും വില കൽപ്പിക്കാതെ ആ രാജ്യത്തേക്ക് കടന്നുകയറി ആക്രമണം നടത്തുക, പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും വംശഹത്യാ സമാനമായ രീതിയിൽ കൊന്നുകളയുക, ആ ഭീരുത്വത്തെ എന്തോ വലിയ ധീരതയാണ് എന്ന മട്ടിൽ സ്വയം പുകഴ്ത്തി അതിൽ അഭിരമിക്കുക, സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി ഈ ലോകത്തെ മുഴുവൻ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുക. ഇതൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈശാചികവും ക്രൂരവുമായ നിരവധി യുദ്ധമുറകൾ, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തി ഈ ഭരണാധികാരി തുടരുമ്പോൾ ഇവിടെയുള്ള പല വർഗീയ വിഷജീവികളും അതെല്ലാം ശരിയായിരുന്നു, ആ നാട് എല്ലാ കാലവും നിലനിൽക്കുമെന്നൊക്കെ പറഞ്ഞ് രോമാഞ്ചം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അങ്ങനെ ഇസ്രായേലിന് എല്ലാ കാലവും വലിയ വിജയമുണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കോൾമയിര് കൊണ്ട പല ആളുകൾക്കും ഇപ്പോൾ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും ദയനീയമായ സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി നടപ്പാക്കിയ യുദ്ധ നീക്കങ്ങൾ ഒടുവിൽ ആ രാജ്യത്തിന് തന്നെ, ആ ഭരണാധികാരിക്ക് തന്നെ ശക്തമായി തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നോക്കുക, നമ്മൾ പലപ്പോഴും സൈദ്ധാന്തികമായി സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ചെയ്തതിനൊക്കെയും തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ചെയ്തതിനൊക്കെയും കണക്ക് പറഞ്ഞിട്ടേ കാലം നമ്മളെ പറഞ്ഞയക്കൂ എന്ന്. ഏതാണ്ട് അതേ നിലവാരത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ സാഹചര്യവും എത്തിയിരിക്കുകയാണ്. ഇസ്രായേലിൽ ഉടൻ തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ള മുറവിളി ഒരു വശത്ത് ശക്തമാകുന്നു. ഉടൻ തന്നെ ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിലിടാനുള്ള നീക്കങ്ങൾ അവിടെ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അതിവേഗം പുരോഗമിക്കുകയാണ് എന്നാണ് പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വെടിനിർത്തൽ കരാർ വരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്ക പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നു. സ്വാഭാവികമായി ഇറാൻ്റെ നാശം, ഇറാൻ്റെ സർവനാശം എന്ന പ്രഖ്യാപനവുമായി ഇറങ്ങിത്തിരിച്ച് ഇറാനിലൊരു ഭരണമാറ്റവും ഇറാൻ്റെ നിരായുധീകരണവും ആണവോർജം ഇല്ലാതാക്കലും അടക്കമുള്ള ഒട്ടനവധി സ്വപ്നങ്ങളും പദ്ധതികളുമായി ഇറങ്ങിത്തിരിച്ച് നെതന്യാഹു അതെല്ലാം നടപ്പാക്കുമെന്ന് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്രയും നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഇനി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ ഇസ്രായേലിന് മനസ്സിലായിരിക്കുന്നു. ഇനി അങ്ങനെ യുദ്ധം ചെയ്താൽ അമേരിക്കയുടെ ഒരു പിന്തുണയും ഒരു കാലത്തും കിട്ടുകയില്ല എന്നും നെതന്യാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇന്നലെ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തും. ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് പറയുന്നത് ഇറാനെ പ്രകോപിപ്പിക്കുക, ഇറാനോടുള്ള പക തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ച നെതന്യാഹുവിന് അതിഭയാനകമായ തിരിച്ചടികൾ നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ പല മേഖലകളിലേക്കും ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറം ഇസ്രായേലിനെ നോക്കി ഇപ്പോൾ ഹിസ്ബുള്ള ശക്തമായൊരു വെല്ലുവിളി കൊടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇസ്രായേലിൻ്റെ സൈനിക സാഹചര്യങ്ങൾ അവസാനിപ്പിക്കണം. അതായത് ഇപ്പോൾ ലെബനാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കണം, അവിടെയുള്ള സകല വാഹനങ്ങളും തിരിച്ചു കൊണ്ടുപോകണം. ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്ത് ലെബനാനിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേലുമായി ഒരാക്രമണം ഇല്ലാത്ത സാഹചര്യം ഭാവിയിൽ ഉണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായ ആക്രമണമായിരിക്കും ഞങ്ങൾ അഴിച്ചുവിടുക. അത് ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിന് നേരെ ശക്തമായ കടന്നാക്രമണം നടത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഹിസ്ബുള്ള മാറിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇസ്രായേലിന് നേരെ ഉണ്ടാകില്ല എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4200ഓളം പേർ ഇതോടകം ഈ പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ടു. പക്ഷേ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയാത്തിടത്തോളം കാലം, ഇറാനെ വരുതിയിൽ നിർത്താൻ കഴിയാത്തിടത്തോളം കാലം
ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതികൾ ഇറാനിൽ നടപ്പാക്കാത്തിടത്തോളം കാലം ഇസ്രായേലിന് ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഹിസ്ബുള്ള നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിസങ്കീർണമായ യുദ്ധമുറകൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളിൽ പലതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരിക്കലും അതേക്കുറിച്ച് വ്യക്തത നൽകുകയില്ല. നമുക്കറിയാം, എല്ലാ കാലത്തും യുദ്ധം നടക്കുന്ന സമയങ്ങളിലൊക്കെയും ഇസ്രായേലിന് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇസ്രായേൽ മൂടി വയ്ക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് മുന്നിലുള്ളത്. നോക്കണം, അമേരിക്ക എന്ന ലോകശക്തിയെ ഇറാനു നേരെ യുദ്ധത്തിന് വേണ്ടി ഇറക്കി. വലിയ സന്നാഹങ്ങൾ ഇറാനിലേക്ക് കൊണ്ടുവന്നു. അമേരിക്കയുടെ 3 പടക്കപ്പലുകൾ, അതുപോലെ ബങ്കർ ബസ്റ്റർ ബോംബർ വിമാനങ്ങൾ, അതുപോലെ വലിയ സൈനിക അതുപോലെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇറാനെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ അമേരിക്കയെ കളത്തിലിറക്കിയത്. ആദ്യഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും കരുതിയത് ഇറാനെ പൊടുന്നനെ ഇല്ലാതാക്കാമെന്നായിരുന്നു. പക്ഷെ ആ മോഹങ്ങളൊക്കെ അവസാനിച്ചു. ട്രംപ് ഇസ്രായേലിനെ വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി തടി തപ്പി. ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇസ്രായേലിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണ്, ജൂത സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ജൂതരുടെ സംരക്ഷണമാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ആ ജനതയുടെ സമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഏറ്റവും വലിയ പിന്തുണയായി ഇത്രയും നാൾ അവർക്കുണ്ടായിരുന്ന അമേരിക്കയുടെ പിന്തുണ നഷ്ടമായിരിക്കുന്നു. അതായത് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക അവിടെ ഇടപെടുന്നില്ല. ചോദിക്കാനും പറയാനും ഇസ്രായേലിന് ആളില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. നമുക്കറിയാം, ഒരൊറ്റ യുദ്ധം പോലും ഇസ്രായേൽ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. എപ്പോഴും അമേരിക്കയുടെ പിന്തുണ, അമേരിക്കയുടെ സാമ്പത്തിക സഹായം, അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്തുണ, അമേരിക്കൻ വിമാനങ്ങളുടെ പിന്തുണ ഒക്കെ ഇസ്രായേലിനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇറാന് നേരെ നടത്തിയ ആക്രമണം നമുക്കറിയാം. ഇസ്രായേൽ എന്ന ഭീരുക്കളുടെ കൂട്ടം, അതായത് അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ സൈന്യം, ഇവരൊക്കെ ഭീരുക്കളാണ്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഒരടി കിട്ടിയാൽ മൂങ്ങിക്കൊണ്ട് അമേരിക്കയുടെ കാൽക്കലേക്ക് ഓടുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സാധാരണക്കാരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളുന്ന ഭീരുത്വം. അപ്പോൾ ഈ ഭീരുക്കളുടെ കൂട്ടം ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. പുറത്ത് വലിയ സംഭവമാണ്, അതാണ് ഇതാണെന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവർ ഇറങ്ങി തിരിച്ചൊരു കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്, അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിന് എത്ര കാലം ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ വിറപ്പിക്കുന്ന ഒരു നിർണായക ശക്തിയായി മുന്നോട്ട് പോകാൻ കഴിയും, ഇറാനെ എത്ര കാലം ഇനി വെല്ലുവിളിക്കാൻ കഴിയും, വലിയ ചോദ്യമാണ്. അതാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ള ആരും പറയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എത്ര കാലം ഇസ്രായേലിന് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ ഇറാൻ്റെ കരുത്ത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്, അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അമേരിക്ക എന്തായാലും ബോധ്യം വന്നിരിക്കുന്നു, അതും അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഇസ്രായേലിലേക്കടക്കം അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇറാൻ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ്റെ കയ്യിൽ നിന്ന് ₹1 പോലും നഷ്ടപരിഹാരം വാങ്ങുന്നില്ല. നേരെ മറിച്ച് ഇറാനിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയാണ് അമേരിക്ക. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇറാൻ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തി, ഇറാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നീങ്ങി, ഇറാൻ്റെ കരുത്ത് ബോധ്യപ്പെട്ട് സകലരും ഇറാന് മുന്നിൽ മുട്ടുകുത്തി. അങ്ങനെ വരുമ്പോൾ ഇറാനെ ഭയക്കാതിരിക്കുന്നത് എങ്ങനെ ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പടി കൂടി കടന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇസ്രായേലിന് ഇനി ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇനി ഇറാന് നേരെ ഇറങ്ങി തിരിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യം തീർന്നു പോകും, ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാകുമെന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തും. കാരണം ഇറാൻ ഇനി കമ്മിറ്റ്മെൻ്റ് ഇല്ല ഇസ്രായേലിനോട്. ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ ഇല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു. അമേരിക്ക പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കുകയില്ല, യുദ്ധത്തിൽ ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കും എന്നും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അത് ഇസ്രായേൽ സ്വയം ഒരുക്കിയൊരു കുഴിയാണ്. എന്ന് വെച്ചാൽ ഇനി ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിൻ്റെ പണി തീരും, വിവരം അറിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന ഇസ്രായേൽ പറയുന്ന അവരുടെ ഏറ്റവും വലിയ ഭീഷണിയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത, തൊടാൻ കഴിയാത്ത ഏറ്റവും ദയനീയമായ ഘട്ടത്തിലേക്ക്, ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് ഇസ്രായേൽ സ്വയം എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. ഇറാൻ അവരുടെ കരുത്തുകൊണ്ട് ഇസ്രായേലിനെ വട്ടപൂജ്യമാക്കിയിരിക്കുന്നു ഈ യുദ്ധ സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിലും ലോകത്ത് മുഴുവൻ ഞങ്ങൾ പറയുന്നതേ നടക്കൂ,
ഞങ്ങൾക്ക് ആരെയും കൊല്ലാം, എന്തും ചെയ്യാം, എന്ത് നെറികേടും കാണിക്കാം എന്നൊക്കെ വിചാരിച്ച് കുഞ്ഞു കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കൂട്ടക്കൊലപാതകങ്ങളിൽ സന്തോഷം പ്രകടിപ്പിച്ച് അഭിരമിച്ച് അങ്ങനെ നടന്നിരുന്നൊരു കൂട്ടത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ലെബനനിലേക്ക് അടി തുടങ്ങി, ലെബനൻ തിരിച്ചടിച്ചു, അപ്പോൾ അടി നിർത്തിയിരിക്കുകയാണ്. ഇനി യുദ്ധം ചെയ്താൽ വിവരമറിയുമെന്ന് ലെബനൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് ആരെ കൂട്ടുപിടിക്കും, ആരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യും, ഒരു പിടിയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്, നെതന്യാഹുവിൻ്റെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇനി വെല്ലുവിളി, ഭീഷണി, യുദ്ധകാഹളം ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാതിരുന്നാൽ ഇസ്രായേലിന് സമാധാനപരമായി ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ ഇനി ഇറാനുമായി കൊമ്പ് കോർക്കാൻ ചെന്നാൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അടി അത് താങ്ങാൻ കഴിയില്ല. കാരണം ഇറാൻ ഇപ്പോൾ പഴയ ഇറാനല്ല. അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ ബഹുമാനം ഇറാൻ നേടിയിട്ടുണ്ട്, ബഹുമാനം നേടിയിട്ടുണ്ട്. കാരണം ഇത്രയും നാൾ നീണ്ടു നിന്ന യുദ്ധത്തിൽ ഒരു പിഴവ് പോലുമില്ലാതെ ശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും വിറപ്പിക്കാനും എതിരാളികളെ മുഴുവൻ വിറപ്പിച്ചു നിർത്താനും ഇറാന് ശേഷിയുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കി. അതുകൊണ്ട് ആരും ഇനി ഇറാനെതിരെ ഇറങ്ങി പുറപ്പെടില്ല. ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കും. അതിൽ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകില്ല, പിടിച്ച് നിൽക്കാനും കഴിയില്ല. അമേരിക്ക പിന്തുണച്ചാൽ ഹോർമുസ് വീണ്ടും അടയ്ക്കും, അവിടെ അമേരിക്കയ്ക്ക് അനങ്ങാൻ കഴിയില്ല. അപ്പോൾ തന്ത്രപരമായി സകലരെയും പൂട്ടിയ ഇറാനെ ഇനി തൊടാൻ ചെന്നാൽ ഇസ്രായേൽ വിവരമറിയും. ഇറാൻ ഇസ്രായേലിന് മേലെ എത്തിയിരിക്കുന്നു. ഇറാൻ്റെ കരുത്ത് വർദ്ധിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം നടക്കുന്നു, കോടികളുടെ സഹായമെത്തുന്നു, അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നു, അവിടെ എണ്ണപ്പാടങ്ങൾ സജീവമാകുന്നു, ഇൻ്റർനാഷണൽ ഓയിൽ ട്രേഡ് അതിൽ സജീവ സാന്നിധ്യമായി ഇറാൻ മാറാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇറാനെ കീഴടക്കുക എന്നുള്ള പഴയ ആഗ്രഹങ്ങളൊക്കെ ഒരു ദുസ്വപ്നമായിരുന്നു എന്ന് കരുതി മൂടി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന തിരിച്ചറിവിലേക്ക് ഇസ്രായേൽ എത്തിയില്ലെങ്കിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും. അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.